കോഴിക്കോട് പന്തിരങ്കാവിൽ പട്ടാപ്പകൽ ബാങ്ക് കവർച്ച. ബാങ്ക് ജീവനക്കാരിൽ നിന്ന് ആസൂത്രിതമായി കവർന്നത് 40 ലക്ഷം രൂപയാണ്. സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ സ്വർണ്ണപ്പണയം ഇസാഫ് ബാങ്കിലേക്ക് ടേക്ക് ഓവർ ചെയ്യണമെന്ന് വിശ്വസിപ്പിച്ചാണ് കവർച്ച നടത്തിയത്. പന്തിരങ്കാവ് സ്വദേശി ഷിബിൻലാലാണ് കവർച്ച നടത്തിയതെന്ന് പോലീസ് വ്യക്തമാക്കി. അവിശ്വസനീയമെന്ന് തോന്നുമെങ്കിലും പന്തീരങ്കാവ് മണക്കടവ് റോഡിലെ ഞാൻ നിൽക്കുന്ന ഈ ധനകാര്യ സ്ഥാപനത്തിന് മുന്നിൽ വെച്ചാണ് ഇന്ന് രാവിലെ മോഷണം നടക്കുന്നത്. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിലെ ജീവനക്കാരെ പൂർണ്ണമായും കബളിപ്പിച്ചുകൊണ്ടാണ് പട്ടാപ്പകൽ 1 മണിയോടെ ഇത്തരത്തിൽ ഒരു കവർച്ച നടക്കുന്നത്. പന്തീരങ്കാവിൽ പ്രവർത്തിക്കുന്ന അക്ഷയ ഫൈനാൻസിയേഴ്സിൽ നിന്ന് 38 ലക്ഷം രൂപയുടെ സ്വർണ്ണമുണ്ടെന്നും ഇസാഫിലേക്ക് ടേക്ക് ഓവർ ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് പന്തീരങ്കാവ് സ്വദേശി രാമനാട്ടുകരയിലെ ഇസാഫ് ബാങ്ക് ശാഖയെ സമീപിച്ചത്. 3 ദിവസം മുമ്പ് ബാങ്ക് ജീവനക്കാർ ഷിബിൻലാലിന്റെ വീട്ടിലെത്തി ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. മുൻ നിശ്ചയിച്ച പ്രകാരം ഇസാഫിന്റെ ജീവനക്കാർ അരവിന്ദന്റെ നേതൃത്വത്തിൽ 40 ലക്ഷം രൂപയുമായി ഇവിടെ എത്തി. മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിലേക്ക് പോകുന്നതിനാൽ മറ്റ് ജീവനക്കാർ ഇവിടെ നിന്നും മാറി. ഈ തക്കം നോക്കിയാണ് അരവിന്ദിന്റെ പുറത്തുണ്ടായിരുന്ന ബാഗിൽ സൂക്ഷിച്ചിരുന്ന പണം ഷിബിൻലാൽ തട്ടിപ്പറിച്ച് ബൈക്കിൽ രക്ഷപ്പെടുന്നത്. ഷിബിൻലാലിനായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ബാങ്ക് ജീവനക്കാരൻ അരവിന്ദിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഷിബിൻലാലിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് പരസ്യപ്പെടുത്തി. 170 സെന്റിമീറ്റർ ഉയരം, താടിയുണ്ട്, വലത് ചെവിയിൽ കമ്മൽ, കറുത്ത നിറമടങ്ങിയ ടീഷർട്ട്, വണ്ടിയിൽ കയറുമ്പോൾ ഹെൽമറ്റ് ധരിച്ചിട്ടുണ്ട്, യെല്ലോ പ്ലാസ്റ്റിക് റെയിൻ കോട്ട്. ഇസാഫ് ബാങ്കിനെ സമീപിക്കുന്നതിന് മുമ്പ് ഷിബിൻലാൽ മറ്റു ബാങ്കുകളെ കൂടി സമീപിച്ചതായും സൂചനയുണ്ട്. എന്നാൽ അവർ അക്ഷയ ഫൈനാൻസിലെത്തി പണയവിവരം ആരാഞ്ഞു. വ്യാജമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ പിന്മാറി. പണം നൽകാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് അക്ഷയ ഫൈനാൻസിലെത്തി അന്വേഷിച്ചിരുന്നെങ്കിൽ കബളിപ്പിക്കപ്പെടില്ലായിരുന്നുവെന്ന് മാനേജിംഗ് പാർട്ണർ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. 4 വർഷങ്ങൾക്ക് മുമ്പാണ് ഷിബിൻലാൽ ധനകാര്യ സ്ഥാപനത്തിൽ അവസാനമായി ഇടപാട് നടത്തിയത്. 4 വർഷം മുമ്പ് ഇവിടെ സ്വർണ്ണം പറയാൻ പറ്റുന്നത് ഇവിടെ ഒരു 5000 10,000 ഒക്കെ ആയിട്ടുള്ള ചെറിയ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇടപാടൊന്നുമില്ല. 4 വർഷം മുമ്പുള്ള ഇടപാടുകൾ. പുതുതലമുറ ബാങ്കുകൾക്കിടയിലെ മത്സരവും ഇടപാടുകാരെ പൂർണ്ണമായും മനസ്സിലാക്കാതെ നേരിട്ടെത്തിയുള്ള സഹായ വാഗ്ദാനവും കബളിപ്പിക്കപ്പെടലിന് കാരണമായി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.